മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കൃഷിയെപ്പോലെ തന്നെ പഴയ കാലം മുതൽ തന്നെ നമ്മൾ പരിചരിച്ച് പോരുന്ന ഒന്നാണ് ഉദ്യാനം അഥവാ ചെടികൾ. അപ്പം ഉദ്യാനം എന്ന് പറയുമ്പോൾ ചെടികളുടെ കൂട്ടമാണ്. അപ്പം ചെടികൾ, അതായത് ചെമ്പരത്തിയും റോസയും തുളസിയും മുല്ലയും പിച്ചകവും ഒക്കെ എല്ലാ വീടുകളിലും നട്ടു വളർത്തി പരിപാലിച്ചു പോരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. കാരണം സമയക്കുറവ് കൊണ്ടും അതുപോലെ തന്നെ ജലത്തിൻ്റെ ലഭ്യത കൊണ്ടും അതുപോലെ തന്നെ ഭൂമിയുടെ വ്യത്യാസം കൊണ്ടും ഒക്കെ പല കാരണങ്ങളാൽ അതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് വലിയ പരിചരണമൊന്നും കൂടാതെ വെച്ച് പരിപാലിക്കാൻ പറ്റുന്നു. എന്നാൽ നമ്മുടെ മനസ്സിന് വളരെയധികം ആനന്ദം പകരുന്നതുമായ ഒരു ചെടിയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അലങ്കാരപ്പനയാണ്. കണ്ടോ, ഇത് അലങ്കാരപ്പന എന്നാണ് മലയാളത്തിൽ ഇത് അറിയപ്പെടുന്നത്. കാരണം ഇത് വളരുന്നുണ്ണേ നമ്മൾ വളർത്തുന്നുണ്ണേ ഏതാണ്ട് സ്വർണ്ണ നിറത്തിലുള്ള തണ്ടുകളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ ആയിട്ട് ഇത് മാറും. ഇത് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട, വലിയ വളപ്രയോഗം വേണ്ട. അല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് നിൽക്കുമെന്നുള്ളതും ഈ ചെടിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ചെറിയ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകൾ വായുവിൽ നൃത്തം ചെയ്യുന്നത് കാണാൻ തന്നെ നമുക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വളരെ നല്ല ഒരു അനുഭവം നമ്മുടെ ആ മുറ്റത്തിന് ഉണ്ടാവും. നല്ലൊരു ഒരു കാഴ്ചയാണ് നമ്മുടെ മുറ്റത്ത് കിട്ടുന്നത്. ഇപ്പം തന്നെ ചെറിയ കാറ്റടിച്ചുള്ളിൽ ചലിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിലെ തെങ്ങുകളും പനകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെറു വൃക്ഷങ്ങൾ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ ഇതേപോലെയുള്ള ഒരു അലങ്കാരപ്പന നമുക്ക് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളതാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ കൃഷിയോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ എന്നാൽ ദീർഘകാലങ്ങൾ വളരുന്നതും നല്ല കൗതുകം ഉണർത്തുന്നതുമായ ചെടികളെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചും ഒക്കെയുള്ള അറിവുകളും അതുപോലെ തന്നെ മറ്റാരുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിരീതികളൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത്തരം കൃഷിരീതികളും കൃഷിക്കാഴ്ചകളും ചെടികളുടെ പരിപാലനങ്ങളും ഒക്കെ ആഗ്രഹമുള്ളവരും അത് ആ അറിവുകൾ ശേഖരിച്ച് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നാളിതുവരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ്. നഴ്സറിയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെ ചെറിയ, അതായത് ഇത്രയും മാത്രം നീളമുള്ള ഒരു തൈ ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂടിനകത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു ചട്ടിക്കകത്താക്കി ഇത്രയും വളർത്തിയെടുത്ത് ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഏതാണ്ട് ഗ്രോ ബാഗിനകത്ത് ഞാൻ ഒന്ന് വളർത്തിയായിരുന്നു. ഗ്രോ ബാഗിനകത്ത് ഇത് ആണ് ഞാനിപ്പോൾ നട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് നട്ട് കാണിക്കും ചട്ടിയെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് ഇതേപോലുള്ള ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. കാരണം പെയിൻറ്റ് ബക്കറ്റ് ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് ദീർഘകാലം ഈട് നിൽക്കുന്ന ഒരു ബക്കറ്റാണ്. തന്നെയല്ല ഇതിനകത്ത് നമുക്ക് വെച്ചാൽ മതി. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ബക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് ഈ ബക്കറ്റിന് സുഷിരം ഉണ്ടാക്കണം. നോക്കേണ്ട, ഇതിപ്പം 3, 4, 5 സുഷിരമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വീഴുന്ന വെള്ളം, നമ്മളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളങ്ങളൊക്കെ ഈ ബക്കറ്റിൽ നിന്ന് വെളിയിൽ പോകണം. അതിനാണ് നമ്മൾ സുഷിരം ഇടുന്നത്. അപ്പോൾ ഈ സുഷിരം ഇടേണ്ടത് അത്യാവശ്യമാണ്. ആ സുഷിരത്തിൻ്റെ മേളിൽ 3-4 കല്ലും വെക്കണം, 5 കല്ല് വെക്കണം. കാരണം ആ സുഷിരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണുമൊക്കെ ഇവിടെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം വീണ്ടും കെട്ടി നിൽക്കുകയും ഈ സസ്യങ്ങളുടെ വേരുകൾ അഴുകിപ്പോവുകയും അങ്ങനെ സസ്യത്തിന് കേടുപാടുകൾ സംഭവിച്ച് ആ സസ്യം നശിച്ചു പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ കല്ല് വച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കല്ല് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുറച്ച് മണ്ണാണ്. മണ്ണെന്ന് പറയുന്നത് കരിയിലയും മണ്ണും എല്ലാം കൂടെ ലയിച്ച് കിടന്ന ഞാൻ വാരിയെടുത്താണ്. കാരണം ഇതിന് നമ്മൾ വളമൊന്നും വലുതായിട്ട് ഇട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കരിയിലയോ അതുപോലെ വാഴപ്പിണ്ടിയോ ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഒരു തണലുമാവും. ഒപ്പം
ഇതിന് ആ വളമാവും, വേരുകൾക്ക് തണലുമാവും, ഇതിന് വളമാവും. അപ്പോൾ നമ്മൾ നടാൻ പോകുന്നത് ഈ ഗ്രോ ബാഗിനകത്ത് വെച്ച ഈ സംഗതിയാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പം ഗ്രോ ബാഗിന് ഇതിൻ്റെ വേരുമൊക്കെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി. അതാണ് ഞാനിപ്പോൾ നടാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ നമുക്ക് ഈ കവറ് ഒന്ന് മുറിക്കാം. നമ്മൾ ഈ കവർ നീക്കം ചെയ്തു. ഇനിയും ഇതിൻ്റെ കുറച്ച് മണ്ണ് നമുക്ക് ഒന്ന് എടുത്ത് കളയണം. കുറച്ച് മണ്ണൊക്കെ നമ്മൾ നീക്കം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്താണ്, ഇതേപോലെ ഇതിൻ്റെ എത്താണ് ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ പെയിൻറ്റ് ബക്കറ്റിലോട്ട് ഇറക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇറക്കി വെച്ചിട്ട് എന്താ ചെയ്യാം, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മണ്ണും തോലും എല്ലാം കൂടെ വാരി നമ്മൾ ഇട്ട് കൊടുക്കണം. സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്ക് ഇത് വെയിൽ കൊള്ളാത്ത രീതിയിൽ തണലത്തൊന്ന് വയ്ക്കുക. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മണ്ണുമായിട്ടൊരു ഇത് വരും. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, തണലുള്ളിടത്ത് വെക്കാം. അതുപോലെ തന്നെ സ്വീകരണ മുറിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ നട്ട് സ്വീകരണ മുറിയിൽ വെക്കാം. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇത് വെക്കാം. എന്തായാലും നമുക്ക് വളരെ പ്രയോജനപ്രദം എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നെ സൗന്ദര്യം വളരെ നല്ലതാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള തണ്ടും ഇലകളും ഒപ്പം കാറ്റടിക്കുമ്പോൾ ഇത് ആ കാറ്റിൽ ആടി ഉലയുന്ന കാഴ്ചകളും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ വളം ഇട്ട് കൊടുക്കരുത്. ഒരുപാട് വളം ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ സൗന്ദര്യം പോകും. അതായത് ആ മഞ്ഞ അങ്ങ് മാറി നല്ല പച്ചയാവും, അപ്പോൾ കാണാൻ കൊള്ളത്തില്ല. നല്ല മഞ്ഞ കളർ സ്വർണ്ണ നിറമാണ് ഇതിൻ്റെ തണ്ടിനും ഈ ഇലകൾക്കുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നല്ല ഒരു ചെടിയാണ്. ഈ ചെടി നമുക്ക് ദീർഘകാലം, ഇതിപ്പം വർഷങ്ങളോളം ഇതിനകത്തങ്ങ് നിൽക്കും, വർഷങ്ങളോളം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 കൊല്ലമൊക്കെ കൂടുന്ന ഇതിൽ നിന്ന് മേപ്പോട്ട് പിഴുതെടുത്ത് കുറേ വേരുകൾ, ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ കൂടെ കുറേ വേരും മണ്ണുമൊക്കെ നീക്കുന്നതിന് ശേഷം വീണ്ടും ഇതിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കും. അത്രയും മാത്രം ചെയ്താൽ മതി. പിന്നെ ധാരാളം എത്തുകൾ പൊട്ടി വരുവാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കവറിനകത്ത് വെച്ച് കിളിപ്പിച്ച് നമുക്ക് വിൽക്കാം. ഇത്രയൊക്കെ ചെയ്യാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ചെടികളൊക്കെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്തതും എന്നാൽ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ആനന്ദം നൽകുന്നതുമായ ചെടികളിലൂടെ നമുക്ക് നമ്മുടെ മുറ്റത്ത് വെച്ചു പിടിപ്പിക്കണം. അങ്ങനെ നമുക്ക് പഴയ കാലങ്ങളുടെ ആ ഓർമ്മകൾ, പഴയ കാലങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ എന്തെല്ലാം മരങ്ങളുണ്ടായിരുന്നു. മാവും പ്ലാവും പുളിയും കരിമ്പും തെങ്ങും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥലവിസ്തൃതി കുറഞ്ഞാലും പല കാരണങ്ങളാലും ഇന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതെല്ലാം ചെറിയ രീതിയിലൊക്കെ ചെയ്ത് ആ ഒരു പഴമയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനും ഒപ്പം ഇതിൽ നിന്നൊക്കെ ആ സൗന്ദര്യം കൂടി നമുക്ക് കാണുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം കൃഷിയോടൊപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇത്തരത്തിലുള്ള ചെറു സസ്യങ്ങൾ കൂടി വെച്ചുകൊടുത്ത് പരിപാലിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.